ഹായ്, എൻ്റെ പേര് വിധു. ഞാൻ ന്യൂസിലാൻഡ് ഓസ്കി എക്സാം ഇപ്പോൾ റീസെൻ്റായിട്ട് എഴുതിയൊരു വ്യക്തിയാണ്. ഫെബ്രുവരി 19 ആയപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അതിന് ദൈവത്തോട് ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ ഞാൻ ടൂട്ടലിനും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ആദ്യമായിട്ട് ഞാൻ ഓസ്കി എക്സാം എഴുതാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ കരുതി എനിക്ക് ഒറ്റയ്ക്കത് പറ്റും, ഒറ്റയ്ക്കത് ചെയ്ത് നോക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. ഞാൻ യൂട്യൂബിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി. പിന്നെ എനിക്ക് മനസ്സിലായി നടക്കില്ല. UK ഓസ്കിയും ന്യൂസിലാൻഡ് ഓസ്കിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ന്യൂസിലാൻഡ് ഓസ്കിയെ കുറിച്ചിട്ടുള്ള യൂട്യൂബ് വീഡിയോസും വളരെ കുറവാണ്. അപ്പോൾ ഞാൻ കരുതി അക്കാഡമി ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിൽ തന്നെ ഞാൻ റിവ്യൂസ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ടോട്ടലിനെ ഇങ്ങനൊരു വീഡിയോ ഞാൻ കാണുന്നത്. അതായത് ഞാൻ പറയുന്നത് പോലെ വേറെ സ്റ്റുഡൻസ് പറഞ്ഞൊരു വീഡിയോ. അങ്ങനെ ഞാൻ ടോട്ടലിനെ കോണ്ടാക്ട് ചെയ്തു. ലീന മാമിനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. ആ ലീന മാമാണ് എനിക്ക് ജീന മാമിൻ്റെ ക്ലാസ് കോർഡിനേറ്റ് ചെയ്ത് തന്നത്. ജീന മാമിൻ്റെ ക്ലാസ് 3 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്, 3 ദിവസത്തെ ഓഫ്ലൈൻ ക്ലാസ്സുമാണ്. ജീന മാമിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ആദ്യത്തെ 3 ദിവസത്തെ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിൽ പുള്ളിക്കാരി നമുക്കൊരു ഐഡിയ പറയും. നമുക്ക് ഈ ഓസ്കിയെക്കുറിച്ചൊരു ഐഡിയ പറഞ്ഞു തരും. ന്യൂസിലാൻഡ് ഓസ്കിയെക്കുറിച്ചൊരു ഐഡിയ പറഞ്ഞു തരും. അതിനുശേഷം ഓരോ സ്റ്റേഷൻസും എടുത്തു പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നു രാവിലെ 10 തൊട്ട് വൈകിട്ട് ഒരു 5 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എത്രത്തോളം ഡെഡിക്കേഷൻ കൊടുക്കുന്നുണ്ടോ അതേ ഡെഡിക്കേഷൻ തന്നെയാണ് മാമും നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഡിസംബറിലെ ക്ലാസ്സിന് അതും പറയേണ്ട ഒന്നാണ്. ഡിസംബറിലെ ക്ലാസ്സിന് ഞാൻ ഫീസ് അടച്ചിട്ടുള്ള ജാനുവരി 26 അതുവരെയും ആരും എന്നോട് ഫീസിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞതല്ലാതെ ആരും എന്നോട് ഫീസിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ജെന്യൂയിനായിട്ടുള്ളൊരു ടീമായിട്ട് എനിക്ക് തോന്നി. അത് വേറൊന്നും കൊണ്ടല്ല, അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഒരു സംഭവം തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ പാസ്സാവണം എന്ന് അവരും നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിന് കൊച്ചിയിലും ഉണ്ട്. പക്ഷെ എനിക്ക് കൊച്ചിയിൽ കൂടാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ ന്യൂസിലാൻഡിലാണ് ഓഫ്ലൈൻ ക്ലാസ് ചൂസ് ചെയ്തത്. അങ്ങനെ ഓഫ്ലൈൻ ക്ലാസ്സിന് ഞാൻ പോയപ്പോൾ അവരെന്നോട് അക്കോമഡേഷൻ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾ അക്കോമഡേഷൻ തപ്പിയിട്ട് ഞങ്ങൾക്ക് അക്കോമഡേഷൻ ശരിയല്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് ന്യൂസിലാൻഡിലോട്ട് പോയത്. പിന്നെ ഞാൻ തലേ ദിവസം ഞാൻ പോകുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് അക്കോമഡേഷൻ ഒന്നും ശരിയാവുന്നില്ല എന്ന്. പക്ഷേ എനിക്കവർ ശരിയാക്കി തന്നു. ടോട്ടൽ ടീം എനിക്ക് ശരിയാക്കി തന്നു. അതും നല്ലൊരു അക്കോമഡേഷൻ ആയിരുന്നു. അവിടെ ചെന്നാലും എനിക്ക് പഠിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അക്കോമഡേഷൻ മാത്രമല്ല, നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും പിന്നെ നമ്മുടെ ക്ലാസ്സിന് കൊണ്ടാക്കുന്നതും OPC എക്സാം ഇതിനൊക്കെ അവർ നമ്മളെ കൊണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഉപകാരമുള്ളൊരു കാര്യമായിരുന്നു. അതിനുശേഷം ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറയാനായിട്ട്, ഓഫ്ലൈൻ ക്ലാസ് ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സിന് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിന് എന്താണോ മാം പറഞ്ഞു തന്നത് അത് ഇച്ചിരി കൂടി ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ഡേ മാം പറഞ്ഞു തന്നു. അതിനുശേഷം ക്രിസ്റ്റഫർ സാറും ജീന മാമും കൂടി ഞങ്ങൾക്ക് ഓരോ സ്റ്റേഷനും സിനാരിയോ കാണിച്ചു തന്നു. എങ്ങനെയാണ് ഇതായിരിക്കും ഈ സ്റ്റേഷനിൽ നമ്മൾ പേഷ്യൻറ്റിനോട് അപ്രോച്ച് ചെയ്യേണ്ട രീതി, ഇതായിരിക്കും പേഷ്യൻ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പെരുമാറുന്നത്. പല വെറൈറ്റി ആയിട്ട് കാണിച്ചു തന്നു. അതായത് എന്താണോ നമ്മൾ ആ എക്സാമിന് പോയിട്ട് ചെയ്യേണ്ടത്, എന്താണോ ഓസ്കി എക്സാമിനേഴ്സ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മാമും സാറും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം സെക്കൻഡ് ഡേ തൊട്ട് ഫസ്റ്റ് ഡേ 10 സ്റ്റേഷൻസ് ഞങ്ങൾക്ക് അങ്ങനെ ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് സ്റ്റേഷൻസ്. അപ്പം നമ്മൾ ഭയങ്കര ടെൻസ്ഡായിരുന്നു. സെക്കൻഡ് ഡേ ആയപ്പം നമുക്ക് കുറച്ച് കോൺഫിഡൻസ് വരും. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഡേ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. മീൻസ് ഞങ്ങൾക്കൊരു തെറ്റ് വരികയാണെങ്കിൽ മാം വന്ന് നമ്മുടെ സൈഡിൽ നോക്കും, ഇത് ചെയ്തത് ശരിയായില്ല, തെറ്റാണ്, അപ്പോൾ ക്ലിയർ ചെയ്യണം എന്ന് പറയും. എന്നിട്ടിപ്പം 10 സ്റ്റേഷനിൽ ഒരു സ്റ്റേഷനിൽ ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ എനിക്കൊരു സ്റ്റേഷൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര പാടായിരുന്നു. അതിന് എന്നെ മാം ഒരുപാട് സഹായിച്ചു. അത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, അതിനെ കൊണ്ട് പറ്റും എന്ന് നമ്മുടെ മെൻ്റലി തന്നെ നമുക്കൊരു കോൺഫിഡൻറ്റ് തന്നു. ദൈവം സഹായിച്ച് എനിക്കത് ഓസ്കി സ്റ്റേഷനിൽ എനിക്കത്
എനിക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഞാൻ പറയും ആരെങ്കിലും ആർക്കെങ്കിലും ന്യൂസിലാൻഡ് ഓസ്കിയിൽ എന്നെ പോലെ അക്കാഡമി തപ്പുകയാണ്, ഏത് അക്കാഡമി ചൂസ് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ധൈര്യമായിട്ട് 100% ഉറപ്പിൽ നിങ്ങൾ ടോട്ടൽ ചൂസ് ചെയ്തോ. അവരവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ ബെസ്റ്റും കൊടുത്താൽ മതി, നമ്മളെ ദൈവം പാസ്സാക്കി തരും.